ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇത് രാവിലത്തെ വിളക്കെല്ലാം കൊളുത്തി എന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം കാർത്തികയാണ്. തൃക്കാർത്തിക ദിവസം എടുത്ത വ്ളോഗാണ് കേട്ടോ. പിന്നെ കമ്പൈൻഡ് വ്ളോഗാണ് ഇന്നത്തേത്. എനിക്ക് ഈ വിളക്ക് കൊളുത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പറയാതെ വയ്യാതെ ഒരു പ്രത്യേക നമുക്കൊരു ഡെയിലി നമുക്കൊരു പോസിറ്റീവ്നെസ്സാണ് ഈ ടൈമിൽ ഈ 4 മണിക്ക് എണീറ്റ് വെക്കുന്ന ആ ഒരു വിളക്കിൽ നിന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിന് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും പറ്റുന്നുണ്ട്. പിന്നെ ഇതിപ്പം കാർത്തിക ദീപം കൊളുത്താനായിട്ട് ഞാൻ വെളിയിൽ കോലമൊക്കെ ഒന്ന് വരച്ചേക്കാന്നോർത്ത് വരയ്ക്കുകയാണ്. വൈകുന്നേരത്തെ ഇതാണ് കേട്ടോ. കോലം വരച്ച് ഒരു കോലമായി. ഇതിൻ്റെ ട്യൂബ് കറക്റ്റ് അല്ലായിരുന്നു. അതിൻ്റെ ട്യൂബിൻ്റെ ഹോളിലെ അത് കറക്റ്റായിട്ടല്ലായിരുന്നു. അത് ഒരുപാട് കൂടുതലായിട്ട് വീഴുന്നുണ്ടായിരുന്നു അതിൻ്റെ പൗഡേഴ്സ് എല്ലാം. പിന്നെ കാർത്തിക ദീപം ഫസ്റ്റ് നമ്മൾ കൊളുത്തുന്ന എപ്പോഴും വെളിയിൽ വേണം ആദ്യത്തെ ദീപം കൊളുത്താനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അകത്ത് ദീപം വെക്കാവുള്ളൂ. അതായത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷമല്ല നമ്മൾ കാർത്തിക ദീപം വെക്കേണ്ട വെളിയിൽ. ഫസ്റ്റ് വെളിയിൽ കൊളുത്തിയതിന് ശേഷം വേണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കാനായിട്ട്. പിന്നെ അത് വെളിയിൽ ഞാൻ ദീപം എല്ലാം കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ട് ബാക്കി വെളിയിലെ വിളക്കെല്ലാം വെച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അകത്ത് പോയി. ഇന്ന് വെള്ളിയാഴ്ച കൂടിയല്ലേ, അപ്പം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും അച്ഛൻ അവിടെ വെളിയിൽ വിളക്കൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പടിയിൽ മാത്രമേ വെച്ചുള്ളൂ. മഴ പെയ്തത് കാരണം മതിലിൻ്റെ അവിടെ ഒന്നും വെക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും വെച്ചില്ല, പടിയിൽ മാത്രമേ വെച്ചുള്ളൂ. പിന്നെ വീടിൻ്റെ ഉള്ളിലും. പിന്നെ ഇത് വെള്ളിയാഴ്ച ഞാൻ തേങ്ങാ വിളക്കും പിന്നെ ഉപ്പ് ദീപം വെക്കുന്നുണ്ട്. അപ്പം അതാണ് അത്രയും ഒരുപാട് ദീപങ്ങൾ വന്നത്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമായി. അപ്പം ഇന്ന് കാക്കയ്ക്കൊക്കെ ചോറ് വെക്കണം. പിന്നെ ഫങ്ഷനായിട്ടൊന്നും ചെയ്യുന്നില്ല. എൻ്റെ അമ്മയുടെ ബ്രദർ വരുന്നുണ്ട്. അപ്പം ബ്രദറും ഫാമിലിയും വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയത്. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു കേട്ടോ. ലിവറിനായിരുന്നു ക്യാൻസർ. പിന്നെ ഒരു സർജറി ചെയ്തായിരുന്നു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഇൻഫെക്ഷനായി. അങ്ങനെ പിന്നെ ഒരു 3 മാസം പുള്ളിക്കാരി ഒരുപാട് ടയേർഡായി പോയായിരുന്നു. പിന്നെ മെമ്മറി ലോസൊക്കെ ആയിരുന്നു. അധികമൊന്നും കിടക്കേണ്ടി വന്നില്ല, കിടന്നില്ല ഒരുപാട്. അമ്മ ജസ്റ്റ് ഒരു 2 വീക്സേ കിടന്നു പോയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡിസംബർ 14 2021 അതൊരു ഏകാദശി ദിവസമായിരുന്നു അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചത് അന്ന് ആ വർഷത്തെ ഏകാദശിയുടെ അന്നായിരുന്നു മരിച്ചത്. പിന്നെ കുറച്ച് മിസ്സിങ് ഒക്കെ ഉണ്ട് അമ്മേനെ. ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, അമ്മ വേണ്ട ഒരു സമയങ്ങളുണ്ടല്ലോ, ആ ടൈമിൽ ഒരുപാട് നമുക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചില സമയങ്ങളിൽ ആലോചിച്ച് പോയിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ഉള്ളതും ഒരു എനിക്കൊരു സപ്പോർട്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
എല്ലാവരും ഒരു നാൾ നമ്മളോട് യാത്ര പറഞ്ഞ് പോകും. നമ്മളും അതേപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകും. അപ്പം പക്ഷേ എന്തായാലും ബാലൻസ് ബാക്കി നിൽക്കുന്നവർക്കാണ് ആ ഒരു വിഷമം ഉണ്ടാകുക. പിന്നെ അവരുടെ കുറേ നല്ല മെമ്മറീസ് നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് ഓർത്ത് അവരെ പറ്റി ഓർക്കാനായിട്ട് കുറേ നല്ല മെമ്മറീസും ഉണ്ടാവും. എന്തായാലും ഇന്നിപ്പം അമ്മ മരിച്ചിട്ട് 3 വർഷം ആകുകയാണ്. അപ്പം അമ്മയുടെ ആത്മാവിന് ശാന്തി വരട്ടെ അല്ലേ. ചിലപ്പോൾ അമ്മ എന്നെ ഇപ്പം ഒരു പക്ഷേ അമ്മ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു പായസം വെക്കുന്നുണ്ട്, പിന്നെ ഒരു സാമ്പാറും, ഒരു അവിയലും, ഒരു തോരനും, ഒരു പച്ചടിയും, ഒരു അച്ചാറും, പിന്നെ പപ്പടവും. അത്രയും വെക്കുന്നുണ്ട്. എല്ലാം ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഈ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ആയി പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ പായസം മാത്രം വെച്ചാൽ മതി എന്നാണ് ഓർത്തത്. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ലായിരുന്നു. എനിക്ക് പറഞ്ഞിട്ടില്ല, ബാക്ക് പെയിൻ ഭയങ്കരമായിട്ടുണ്ടെന്ന്. അപ്പം ബാക്ക് പെയിൻ കാരണം ഞാൻ വേണ്ടാന്ന് വെച്ച്. പിന്നെയും എനിക്ക് മനസ്സെന്തോ അനുവദിച്ചില്ല, ചെയ്തേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചെയ്തതാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബാലൻസ് വന്ന കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇത് അവർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എല്ലാം ഒന്ന് കഴുകി വെക്കണം. അത് കഴിഞ്ഞു ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് തുണി ഞാൻ കഴുകാനായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് വിരിച്ചു. അപ്പോഴത്തേക്കും അവർ വന്നു. ഞാൻ പിന്നെ പായസം കൂടി ലാസ്റ്റ് പിന്നെ പായസം കൂടി വെച്ചാൽ മതിയായിരുന്നു. പായസവും കൂടി വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അവർ വന്നു. പിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ചൊവ്വാഴ്ചത്തെയാട്ടോ, ചൊവ്വാഴ്ച വിളക്ക് വെച്ചേക്കാണ്. പിന്നെ ഇത് വെറ്റില ദീപമാണ് കേട്ടോ. മുരുകന് വെക്കില്ലേ നമ്മൾ, വെറ്റില ദീപമാണ്. ഇതും വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.